കാലത്തിന് മായ്ക്കാൻ കഴിയാത്ത മുറിവുകളോ സമയത്തിന് ഉണക്കാൻ കഴിയാത്ത പരിക്കുകളോ ഇല്ലല്ലോ. പുതിയ പുതിയ പ്രശ്നങ്ങളില്ലാത്ത കാലവുമില്ല. ഇപ്പോൾ പുതിയ പ്രശ്നം വന്നത് ചെറിയാച്ചനാണ്. അതെന്താണെന്ന് അറിയണ്ടേ? നമുക്ക് സ്കിപ്പ് ചെയ്യാതെ ഈ ഭാഗം മുഴുവനായും കേൾക്കാം. അസുരവിത്ത് ഭാഗം 25. രചനയും ആവിഷ്കാരവും ഇമ്മാനുവൽ MV. തെന്നിത്തെറിച്ച് കിടക്കുന്ന പാറപ്പുറത്തു നിന്നും അശോക് കാൽ വഴുതി താഴേക്ക് വീഴുന്ന രംഗം മനസ്സിൽ കണ്ട റിൻസിക്ക് ആകെ വിഷമമായി. അവളുടെയും കണ്ണ് നിറഞ്ഞുപോയി. അപ്പോൾ പിന്നെ ആ അപകടം നേരിൽ കണ്ട എലിസബത്തിൻ്റെ വിഷമം എത്രയായിരിക്കും? പിന്നെ അവൾക്ക് കരച്ചിൽ വരാതിരിക്കുമോ? ഹൃദയമുള്ള ആർക്കും കരച്ചിൽ വന്നു പോകും. കാലം മായ്ക്കാത്ത മുറിവുകളുമില്ല, സമയമുണക്കാത്ത പരിക്കുകളുമില്ല. ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്തോറും അശോകിൻ്റെ അഭാവം എവ്ലിന് പോലും കാര്യമായ ഒരു കുറവായി തോന്നുന്നില്ല. സ്കൂളിലെ ക്ലാസ്സുകൾ സാധാരണ പോലെയായി. ആൻസിയും റിൻസിയുമെല്ലാം കൂടുതൽ പഠനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു തുടങ്ങി. എലിസബത്ത് പഴയ പോലെ തന്നെ. ചെറിയാച്ചന് പ്രധാന വരുമാനം ചാരായക്കടയിൽ നിന്നായിരുന്നല്ലോ. റേഞ്ച് മൊത്തത്തിൽ നിന്നും വലിയൊരു തുക എല്ലാ വർഷവും അയാൾക്ക് വരുമാനമായി കിട്ടിക്കൊണ്ടിരുന്നു. അതെല്ലാം സ്ഥലം വാങ്ങിയും മറ്റും നിക്ഷേപമാക്കുകയും ചെയ്തു. അങ്ങനെ കിട്ടുന്നതിൽ നിന്നും യാതൊരു ലോഭവുമില്ലാതെ രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കന്മാർക്കും കൊടുക്കേണ്ട മറ്റുള്ളവർക്കൊക്കെയും ചെറിയാച്ചൻ കൃത്യമായി വിഹിതവും കൊടുത്തിരുന്നു. എന്നാൽ പോലും പെട്ടെന്ന് ആരും വിചാരിക്കാതെ ഇരുന്ന ഒരു നിമിഷത്തിലാണ് ചാരായ നിരോധനം ഉണ്ടായേക്കും എന്ന വാർത്ത രഹസ്യ കേന്ദ്രങ്ങളിൽ നിന്നും ചെറിയാച്ചൻ അറിഞ്ഞത്. അയാൾക്ക് ആദ്യം നല്ല കലിയാണ് വന്നത്. കാരണം ആളുകൾ കുറഞ്ഞ ചെലവിൽ കുടിച്ച് മത്തന്മാരായി നടന്നുകൊള്ളും. അതുമാത്രവുമല്ല, കുറേയേറെ പേർക്ക് നല്ല വരുമാനമുള്ള ഒരു തൊഴിൽ മാർഗവും ലഭിക്കും. അതിനൊക്കെ പുറമെ തന്നെപ്പോലുള്ള പാവങ്ങളായ ചിലർക്ക് കുറേ പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗവും ആണ്. ഇതെല്ലാമാണ് ഒറ്റയടിക്ക് ഒരു നിരോധനത്തിൻ്റെ പേരിൽ ഇല്ലാതെയാകുന്നത്. അതുകൊണ്ട് ഈ നാട്ടിൽ എന്തെങ്കിലും ഗുണമുണ്ടാകാൻ പോകുന്നുണ്ടോ? ആരെങ്കിലും മദ്യപാനം മതിയാക്കുമോ? തുടങ്ങി വച്ചവൻ ഒരു കാരണവശാലും തറവാടിൻ്റെ അടിവേര് കൂടി മാന്തി കഴിയാതെ ഇത് മതിയാക്കുകയില്ല. അതാണ് ഈ സാധനത്തിൻ്റെ ഒരു പ്രത്യേകത. കുടിച്ചു തുടങ്ങിയവന്മാർ ബഹുഭൂരിപക്ഷവും വീഴുവോളം കുടിക്കും. ചില ഭാഗ്യവാന്മാർ വീണ് കിടപ്പായാലും മക്കൾ വാങ്ങി കൊണ്ടുപോയി കൊടുക്കും. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ കച്ചവടം നടത്തുന്നതും. ചാരായ കച്ചവടം നടത്തി അതിൻ്റെ ലാഭം കണ്ട ഒരുത്തൻ പോലും ഒരു കാലഘട്ടത്തിലും ചാരായ കച്ചവടം ഒഴിവാക്കി മറ്റൊന്നിലേക്ക് പോവുകയില്ല. കാരണം അത്രയും ലാഭം കിട്ടുന്ന മറ്റൊരു ഇടപാടും ഇല്ല. ഡിമാൻഡ് പിടിക്കേണ്ട ആവശ്യമില്ല, കാര്യമായ മത്സരമില്ല, പരസ്യം വേണ്ടേ വേണ്ട, ബോർഡ് പോലും പേരിന് മാത്രം മതി. ചെറിയാച്ചന് വിശ്വാസം വരാഞ്ഞിട്ട് വീണ്ടും അന്വേഷിപ്പിച്ചു. അപ്പോൾ കേട്ടത് ശരിയാണ് എന്നുറപ്പായി. ചാരായം സംസ്ഥാനത്ത് നിരോധിക്കാൻ പോകുന്നു. അപ്പോൾ അടുത്ത കൊല്ലം വരുമാനത്തിന് പുതിയ മാർഗം കണ്ടുപിടിക്കണം. പണിക്കാരെയെല്ലാം പറഞ്ഞു വിടാമെന്ന് വിചാരിക്കാം. അവർ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ. അതൊന്നും തൻ്റെ വിഷയമല്ല. തനിക്ക് തൻ്റെ അക്കാമ്മയുടെയും 2 പിള്ളേരുടെയും കാര്യം പ്രധാനമായും നോക്കിയാൽ മതി. തൊമ്മനെയും ഒഴിവാക്കാൻ പറ്റില്ല. ബാക്കിയുള്ളവരൊക്കെ ജീവിക്കുകയോ ജീവിക്കാതിരിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊള്ളട്ടെ. കുറേ നാൾ കൂടി കഴിയുമായിരിക്കും നിരോധനം വരുമ്പോഴേക്കും. അപ്പോഴേക്കും ഇപ്പോൾ ഉള്ളതിൽ നിന്നും ഒട്ടും കുറയാത്ത ഒരു വരുമാന മാർഗം കാണിച്ചു തരാൻ കുറേ നാൾ കൂടി അന്ന് കുറച്ച് സമയം പ്രാർത്ഥിച്ചു. അവിടുന്നെങ്കിലും എന്തെങ്കിലും പുതിയ ആശയം കിട്ടുമോ എന്നറിയാമല്ലോ. ഏതായാലും തൊമ്മനോട് ചോദിക്കാം. അവനാണ് പുതിയ എന്തെങ്കിലുമൊക്കെ ആശയങ്ങളുള്ളത്. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് തൊമ്മൻ മൂളിപ്പാട്ടും പാടി വരുന്നത് ചെറിയാച്ചൻ കണ്ടു. എടാ തൊമ്മച്ചാ, നീങ്ങ് വന്നേ, നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. ചെറിയാച്ചൻ വിളിച്ചാൽ ഒട്ടും താമസം വരുത്താൻ പാടില്ല എന്ന് തൊമ്മച്ചന് നന്നായി അറിയാം. അതുകൊണ്ട് അവൻ വേഗം തന്നെ ചെറിയാച്ചൻ്റെ അടുത്തേക്ക് വന്നു. നീ ഭക്ഷണം കഴിച്ചതാണോ?
അങ്ങനെയാണെങ്കിൽ നമുക്കിരുന്ന് ഒരു കാര്യം ആലോചിക്കാനുണ്ട്. നിനക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും പുതിയ ആശയം തോന്നുന്നുണ്ടെങ്കിൽ അത് അറിയുകയും വേണം. നമ്മൾ രണ്ടുപേരും കൂടി ആലോചിച്ചാണല്ലോ പുതിയ എന്ത് പ്രസ്ഥാനവും തുടങ്ങുന്നത്. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ ചോദിക്കുന്നത്. വളഞ്ഞു ചുറ്റി മൂക്കേൽ പിടിക്കാൻ നോക്കാതെ കാര്യം പറയുക ചെറിയാച്ച. ഞാൻ അല്പസമയം ഉറങ്ങണം എന്ന് ആഗ്രഹിച്ചു വന്നതാ. അന്നേരമാണ് അച്ചായൻ്റെ ഒരു വളഞ്ഞു ചുറ്റി മൂക്കുപിടുത്തം. കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ചങ്ങ് പറഞ്ഞാൽ പോരെ. ഞാനെൻ്റെ അഭിപ്രായം പറഞ്ഞേക്കാം. വേറെ ആർക്കും ഗുണം കിട്ടുന്ന കാര്യമൊന്നും ആയിരിക്കില്ലല്ലോ. അച്ചായന് ഗുണം കിട്ടുന്നതാണെങ്കിൽ ഗുണം കിട്ടിക്കോട്ടെ. എടാ തൊമ്മച്ച, സർക്കാർ ചാരായം നിർത്താൻ പോകുന്നു എന്ന് പറഞ്ഞ് ഒരു വിവരം ഇന്നലെ നമ്മുടെ എക്സൈസിലെ ലോനപ്പൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു. അവൻ പൊതുവേ ഉള്ള കാര്യമേ പറയാറുള്ളൂ. തലസ്ഥാനത്ത് നിന്ന് കിട്ടിയതാണെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ അടുത്തതിൻ്റെ പിന്നത്തെ മാസം പുതിയ ലേലം ഉണ്ടാവുകയില്ല. അന്ന് മുതൽ തന്നെ നിരോധിക്കപ്പെടാനാണ് സാധ്യത. അതായത് വരുന്ന ഏപ്രിൽ മാസം മുതൽ. അങ്ങനെ വന്നാൽ നമ്മളാകെ അടിച്ചിലിൽ വീണ പെരിച്ചാഴിയെപ്പോലെ ആകില്ലേ? അതിനൊരു വഴിയെക്കുറിച്ചാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അതിന് വേറെ ഏതെങ്കിലും വഴി നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് ലാഭമുണ്ടാക്കാവുന്ന എന്തെല്ലാം മാർഗങ്ങൾ കിടക്കുന്നു. ചെറിയാച്ചൻ്റെ കയ്യിലുള്ള പണം ആവശ്യത്തിന് മുടക്കിയാൽ പോരെ? പണം മുടക്കിയാൽ ഇതുപോലെ പണം നേടാവുന്ന ഇഷ്ടംപോലെ വഴികളുണ്ട്. ചെറിയാച്ചൻ അതിനെപ്പറ്റി ഒന്നും വായിക്കുകയോ പഠിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്യാത്തത് കൊണ്ടല്ലേ? നിരോധനത്തിൻ്റെ കാര്യം കേട്ടപ്പോൾ തന്നെ നല്ല ദേഷ്യവും സങ്കടവും വന്നു. ആകെ അറിയാവുന്ന ഒരു ഇടപാടാണ് ഈ കച്ചവടം. അതുകൊണ്ടല്ലേ ഇതുവരെ എത്തിയത്. അത് നിരോധിച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് മാറി വേറെ ഒന്നും ചെയ്യാൻ ഇതുപോലെ ലാഭം കിട്ടുന്ന ഒരു വഴി എൻ്റെ ബുദ്ധിയിൽ അന്നേരം തെളിഞ്ഞില്ല. അതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് ചോദിച്ചത്. ചോദിച്ചതിൻ്റെ ഗുണം കണ്ടില്ലേ? നിൻ്റെ കയ്യിൽ ആശയങ്ങൾ ഇഷ്ടം പോലെയല്ലേ ഇരിക്കുന്നത്, തരാതരം പോലെ. നമുക്ക് വേണമെങ്കിൽ ബ്ലേഡ് കമ്പനി തുടങ്ങി വെച്ചത് വിപുലീകരിക്കാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുല്ലാങ്കുളത്ത് മാത്രമല്ലേ നമുക്കുള്ളൂ. അവിടെയാണെങ്കിൽ തന്നെ കാര്യമായി ആൾക്കാരൊന്നും ലോൺ എടുക്കുന്നതും ഇല്ല. ആളുകളുടെ അടുത്ത് നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നുമില്ല. കുറച്ച് കൂടുതൽ പലിശ കൊടുത്താൽ ആളുകളുടെ കയ്യിലുള്ള പണം അവർ നമ്മുടെ ബാങ്കിലിടും. അതിലും കുറച്ച് കൂടിയ പലിശയ്ക്ക് നമുക്ക് മറ്റുള്ളവന്മാർക്ക് കൊടുക്കാം. അതുതന്നെയല്ലേ നമ്മൾ പുല്ലാങ്കുളത്ത് ചെയ്യുന്നത്. അവിടെ ആകെപ്പാടെ ചെറിയ പൈസയല്ലേ നമുക്ക് ബാക്കി കിട്ടുന്നുള്ളൂ. അങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ജീവിച്ചു പോകാൻ കഴിയുമായിരിക്കും. പക്ഷേ സാധാരണ ഇപ്പോൾ കിട്ടുന്നത് പോലെ പണം കിട്ടുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കിട്ടും, ഉറപ്പാണ്. ഇവിടെ നമുക്ക് നല്ലൊരു ബിൽഡിംഗ് വേണം. വാടകയ്ക്കായാലും മതി. വിലയ്ക്ക് മേടിക്കണമെന്നൊന്നുമില്ല. അതല്ലെങ്കിൽ പിന്നെ അന്ന് വാങ്ങിയിട്ട സ്ഥലമില്ലേ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത്, അവിടെ ഒരു കെട്ടിടമങ്ങുണ്ടാക്കണം. 1-2 മുറി വാടകയ്ക്ക് കൊടുക്കാം. ബാക്കിയുള്ള ഒരു മുറിയിൽ നമുക്ക് ബാങ്കും തുടങ്ങാം. നമ്മളെ ഇപ്പോൾ ഈ നാട്ടിൽ എല്ലാവർക്കും നല്ല വിശ്വാസമാണ്. എല്ലാവർക്കും അറിയുകയും ചെയ്യും. അതുകൊണ്ട് ധൈര്യമായിട്ട് ആളുകൾ കൊണ്ടുവന്ന് പണം ഡെപ്പോസിറ്റ് ചെയ്യും. ആളുകൾ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് മാത്രം നമ്മൾ വായ്പ കൊടുത്താൽ മതി. നമ്മുടെ കാശിൽ തൊടുകയേ വേണ്ട. ഏതാണേലും അത് നല്ലൊരു ആശയമായിട്ട് ചെറിയാച്ചന് തോന്നി. മിക്കവാറും അത് തന്നെ നടപ്പിലാക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ അന്ന് വൈകിട്ട് വീട്ടിൽ ചെന്നപ്പോൾ കുരിശുവര കഴിഞ്ഞ് അക്കാമ്മയോട് വിവരം പറഞ്ഞു. അവൾക്ക് ആദ്യം എതിർപ്പായിരുന്നു. പുല്ലാങ്കുളത്തുള്ളതിന് തന്നെ അവൾക്കെതിർപ്പാണ്. എന്നാലും ചെറിയാച്ചനോട് നേരിട്ട് അങ്ങനെ പറ്റില്ല എന്ന് പറയാറുമില്ല. അതുകൊണ്ട് അവസാനം സമ്മതം മൂളി. ഇപ്പോൾ ആ പ്രസ്ഥാനം കുറേ കൂടി വിപുലീകരിച്ച് മാനന്തവാടിക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അക്കാമ്മയുടെ ഉള്ളിൽ ഒരു ഭയം. ആളുകളുടെ കയ്യിൽ നിന്നും പണം ഡെപ്പോസിറ്റായി വാങ്ങി മറ്റുള്ളവർക്ക് കൊടുത്താൽ ഉണ്ടാകാവുന്ന ഒരു അപകടമുണ്ട്. കൊടുക്കുന്ന ആളുടെ അടുത്തു നിന്നും
കൃത്യസമയത്ത് പണം തിരിച്ചു പിരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തവർക്ക് പണം കൃത്യസമയത്ത് തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വരും. അങ്ങനെ വന്നു പോയാൽ ബാങ്ക് പൊളിഞ്ഞു എന്ന് പേര് വരും. ആ ഒറ്റ കാരണം മതി ഡെപ്പോസിറ്റ് ചെയ്ത എല്ലാവരും ഒരുമിച്ച് പണം പിൻവലിക്കാൻ വരും. ലോൺ കൊടുത്തവരോട് നമുക്ക് ഒരുമിച്ചോ സമയത്തിന് മുൻപോ ചോദിക്കാനും പറ്റില്ല. അങ്ങനെയാണ് ലോകത്തെ പല ബാങ്കുകളും പൂട്ടിയിട്ടുള്ളത്. പിന്നെയല്ലേ നമ്മുടെ ഈ ചെറിയ ബ്ലേഡ് കമ്പനി. അതുകൊണ്ട് അക്കാമ്മ പറയുന്നത് ഈ പ്രസ്ഥാനം വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമാണ് എന്നാണ്. ചാരായക്കടയുടെ കാര്യം ചെയ്യുന്നത് പോലെ അത്ര എളുപ്പത്തിൽ അങ്ങോട്ട് നടക്കില്ല. നന്നായി കാര്യങ്ങൾ അറിയാവുന്ന നല്ല ആത്മാർത്ഥതയുള്ള 1-2 പേരെ കണ്ടുപിടിക്കണം. അവരായിരിക്കണം അതിൻ്റെ കണക്ക് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. എന്നാലും നമ്മുടെ മേൽനോട്ടം കൃത്യമായി ഉണ്ടാവുകയും വേണം. ഏതായാലും കുറച്ച് ആലോചിക്കാം. എന്നിട്ട് നമ്മുടെ ഇടവകയിൽ നിന്ന് തന്നെ പറ്റുമെങ്കിൽ നല്ല 1-2 പേരെ കണ്ടുപിടിക്കാം. എന്നിട്ട് ഇതിനെപ്പറ്റി ആലോചിച്ചാൽ മതിയാകും എന്നാണ് അക്കാമ്മയുടെ വിദഗ്ധമായ അഭിപ്രായം. ചെറിയാച്ചൻ റിൻസിയോടും അഭിപ്രായം ചോദിച്ചു. അവൾക്ക് അത്തരം കാര്യങ്ങളെപ്പറ്റി ഒന്നും വ്യക്തമായ അഭിപ്രായമില്ലായിരിക്കും എന്നാണ് ചോദിക്കുന്നതിന് മുമ്പ് അയാൾ വിചാരിച്ചിരുന്നത്. എന്നാലും ഏത് പ്രസ്ഥാനം തുടങ്ങുമ്പോഴും മക്കളോടുകൂടി ആലോചിക്കുന്നത് അവരുടെ ചെറുപ്പകാലം മുതലേ ഉള്ള ചെറിയാച്ചനുള്ള രീതിയാണ്. അവർക്ക് അറിയാവുന്നതാണെങ്കിലും ഇല്ലെങ്കിലും പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് അഭിപ്രായം ചോദിക്കും. അതായിരുന്നു ചെറിയാച്ചൻ്റെ സ്വഭാവം. ഇക്കാര്യത്തിൽ പക്ഷേ റിൻസിക്ക് അധികമൊന്നും പറഞ്ഞു കൊടുക്കേണ്ടി വന്നില്ല. അക്കാമ്മയുടെ അഭിപ്രായം തന്നെ ആയിരുന്നു റിൻസിക്കും. കൃത്യമായി കണക്കുകൾ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന നല്ല ആത്മാർത്ഥതയുള്ള 1-2 ആളുകൾ ഉണ്ടാകണം. നല്ല ആശയവിനിമയ ശേഷിയും ഉള്ളവരായിരിക്കണം. കാര്യമായ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലാതെ നടത്തിക്കൊണ്ടുപോകാവുന്ന പ്രസ്ഥാനമാണ് ഫിനാൻസ് കമ്പനി എന്നാണ് റിൻസിയുടെ അഭിപ്രായം. രജിസ്റ്റർ ചെയ്ത സ്വകാര്യ ബാങ്കായി വേണമെങ്കിലും നല്ല നിലയിൽ നടത്തുകയും ചെയ്യാവുന്നതാണ്. ബ്ലേഡ് എന്നുള്ള പേരുദോഷം ഉണ്ടാവുകയും ഇല്ല. ആളുകൾക്ക് താരതമ്യേന കുറഞ്ഞ പലിശയ്ക്ക് ന്യായമായ സെക്യൂരിറ്റിയിൽ പണം കൊടുക്കാൻ കഴിയും. അത് കുറേ പേർക്കെങ്കിലും ഉപകാരമാവുകയും ചെയ്യും. എലിസബത്തിൻ്റെ അപ്പച്ചന് കോഴിക്കോട് നല്ല നിലയിൽ കൊണ്ടുപോകുന്ന ഒരു ഫിനാൻസ് സ്ഥാപനം ഉണ്ട്. അവർ അതിന് ബ്ലേഡ് കമ്പനി എന്നൊന്നുമല്ല പറയുന്നത്. സ്വകാര്യ ബാങ്ക് എന്നോ ഫിനാൻസ് കമ്പനി എന്നോ ഒക്കെയാണ്. ഏതായാലും അവർ ഇഷ്ടം പോലെ പണം ഉണ്ടാക്കുന്നുണ്ട്. അവരെ കൊണ്ട് മറ്റുള്ളവരും പണമുണ്ടാക്കുന്നുണ്ട്. കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെങ്കിൽ ചെറിയാച്ചന് വേണമെങ്കിൽ എലിസബത്തിൻ്റെ പിതാവിനെ ഒന്ന് കാണാവുന്നതേയുള്ളൂ. അയാൾ കഴിവിൻ്റെ പരമാവധി സഹായിക്കും. അങ്ങനെ ഒരു മനസ്ഥിതിയാണ് അയാൾക്ക്. ഒന്നുമല്ലെങ്കിലും മകളുടെ കൂട്ടുകാരിയാണല്ലോ ചെറിയാച്ചൻ്റെ മകൾ. ഒരു കാര്യത്തിലും കൂടുതൽ ആലോചിക്കാതെ ഇറങ്ങിപ്പുറപ്പെടുന്നയാളല്ലല്ലോ ചെറിയാച്ചൻ. അതുകൊണ്ട് ഏതായാലും റിൻസി പറഞ്ഞതുപോലെ എലിസബത്തിൻ്റെ പിതാവിനെ ഒന്ന് കാണണം. എന്നിട്ട് കഴിയുമെങ്കിൽ അവരുടെ സ്ഥാപനത്തിൽ ഒന്ന് പോയി അതിൻ്റെ പ്രവർത്തനത്തെപ്പറ്റി വിശദമായി പഠിച്ചു വരാൻ തന്നെ ചെറിയാച്ചൻ തീരുമാനിച്ചു. ഇതുവരെ ഈ എലിസബത്ത് എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളതല്ലാതെ ആളെ പരിചയപ്പെട്ടിട്ടില്ലായിരുന്നു. ഒരു ദിവസം അയാൾ സ്കൂളിൽ നേരിട്ട് പോയി. അതും അവരുടെ ക്ലാസ് വിടുന്ന സമയത്ത്. ഒരുമിച്ച് പുറത്തേക്ക് വരുന്ന റിൻസിയെയും എലിസബത്തിനെയും കണ്ടു. അപ്പച്ചൻ എന്ന് പറഞ്ഞുകൊണ്ട് റിൻസി ഒരാളുടെ അടുത്തേക്ക് ശീക്രം നടക്കുന്നത് കണ്ടതേ എലിസബത്തിന് ആളെ മനസ്സിലായി. എലിസബത്ത് റിൻസിയുടെ പിതാവിനെ വളരെ ബഹുമാനത്തോടെയാണ് സ്വീകരിച്ചതും പെരുമാറിയതും. വളരെ കുറച്ച് സമയം അവിടെ നിന്ന് അവർ സംസാരിച്ചു. അപ്പോഴേക്കും തന്നെ ചെറിയാച്ചൻ്റെ മനസ്സിൽ എലിസബത്തിനെക്കുറിച്ച് വളരെ നല്ലൊരു അഭിപ്രായം രൂപപ്പെട്ടു. അതാണ് അവളുടെ കഴിവ്. ആരോട് സംസാരിച്ചാലും വളരെ പെട്ടെന്ന് തന്നെ അവളെപ്പറ്റി നല്ലൊരു അഭിപ്രായം അവരുടെ മനസ്സിൽ രൂപപ്പെടും. ആ രീതിയിലാണ് അവളുടെ പെരുമാറ്റം. ചെറിയാച്ചനെ കോഴിക്കോട് വീട്ടിലേക്ക് ക്ഷണിക്കുകയും അവരുടെ ഫിനാൻസ് സ്ഥാപനത്തെക്കുറിച്ച് വ്യക്തമായി പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടാണ്
ആ വെള്ളിയാഴ്ച എലിസബത്ത് അവളുടെ വീട്ടിലേക്ക് പോയത്. ചെറിയാച്ചൻ ഫിനാൻസ് കമ്പനി തുടങ്ങുമോ? പലരും മുങ്ങിയതും പലരെയും മുക്കിയതുമായ ബിസിനസ്സാണ്. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി ഒന്ന് രേഖപ്പെടുത്തണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും കൂട്ടുകാർക്കും വേണ്ടപ്പെട്ടവർക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാൻ മറക്കല്ലേ. കഥയുടെ ഓരോ ഭാഗങ്ങൾ അവരും കൂടി കേൾക്കട്ടെ എന്ന്. ലൈക്കും ഷെയറും ഒക്കെ ചെയ്താൽ യൂട്യൂബ് ഈ കഥ കൂടുതൽ പേരിലേക്ക് എത്തിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കേ.